എന്റെ പൊന്നുമാളു സത്യം പറഞ്ഞ എനിക്ക് നല്ല ടെൻഷനുണ്ട്. എന്തിന്? എടി ശർക്കര പൊങ്കൽ എന്തായി തീരുവെന്ന് എനിക്കറിയില്ല. ഏട്ടൻ പേടിക്കണ്ട, ഇത് അത്ര വലിയ ആന കാര്യമൊന്നും അല്ല. ഏട്ടത്തിക്ക് ശീലമില്ലാത്തോണ്ടല്ലേ. അതൊക്കെ നമുക്ക് ശരിയാക്കാന്നേ. അവൻ ഇവിടെ ഒന്നും കാണുന്നില്ല. ശ്രീനാഥ് കുറച്ചു മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ. ആ, ഞാൻ കുറച്ചു മുമ്പ് അവനെ കണ്ടതല്ലേ. നാത്തൂനെ, ഞാൻ ഇപ്പൊ വരാം. ഇനി ഇത് കഴുകിയിട്ടാ മതി കേട്ടോ. ഈ 5000 മാറ്റിക്കിട്ടി. ദേ സാവിത്രിന്റെ വരുന്നു. നിന്നെ ഇന്നോ എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു നീ ഇവിടെ തന്നെ കാണുമെന്ന്. അല്ല അമ്മായി, അത് എന്താ ശ്രീകുട്ട നീ കാണിച്ചേ? അമ്മായി, അമൃതയ്ക്ക് ഇതൊന്നും പരിചയമില്ലല്ലോ. അരി ഒന്ന് കഴുകി സഹായിക്കാന്ന് കരുതി, അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയിട്ടല്ലേ ജലജേച്ചി ദാമ്പത്യ ഐശ്വര്യ പൂജ നടത്തുന്നത്. പൂജയ്ക്ക് നിവേദ്യം ഉണ്ടാക്കേണ്ടത് മോള് തന്നെയല്ലേ. നീ ഇതിനു മുമ്പ് കുത്തിയിരുന്ന് ഇതൊക്കെ ചെയ്താ പിന്നെ പൂജയ്ക്ക് എങ്ങനെയാ ഫലം കിട്ടുക? അല്ല അമ്മായി, അമൃതയ്ക്ക് കുക്കിംഗ് അത്ര വശമില്ലാത്തോണ്ട്. ഓ പിന്നെ കുക്കിംഗ്. ഒരു ശർക്കര പൊങ്കൽ ഇടുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല ശ്രീകുട്ട, അല്ലേ മോളെ? ശ്രീകുട്ട നീ പോയേ. എടാ പോടാ. അല്ല വെള്ളം തിളച്ചാൽ അരി. അതൊക്കെ മോള് ചെയ്തോളും, നീ പോടാ. നിന്ന് താളം ചവിട്ടാ, നീ പോടാ. പോയി. അമ്മായിയാണ് എത്ര അമ്മായി. ഓ ഇങ്ങനൊരു ചെക്കൈ. മോളെ, ഇത് നീ തന്നെ ചെയ്യേണ്ടതാ. നിങ്ങളുടെ കുടുംബജീവിതം നന്നാവാൻ വേണ്ടിയിട്ടല്ലേ ഈ പൂജയൊക്കെ നടത്തുന്നത്. അതിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടണ്ടേ? അതുകൊണ്ടാ അമ്മായി അവനെ പറഞ്ഞു വിട്ടത്. മോൾ പതുക്കെ ചെയ്താ മതി. ആദ്യം നീ ഇതൊന്ന് കഴുകിയെടുക്ക്. അമ്മായി അങ്ങോട്ട് ചെല്ലട്ടെ. മോള് തുടങ്ങിക്കോ. പിടിച്ചേ, തുടങ്ങിക്കോ. നീ ഇന്ന് ശർക്കര പൊങ്കൽ ഉണ്ടാക്കിയത് തന്നെ നിന്റെ ദാമ്പത്യ ജീവിതത്തിന് ഐശ്വര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ജലജേച്ചി ഈ പൂജ നടത്തുന്നത്. നിന്നെ കൊണ്ട് ഈ പൊങ്കൽ നേരാവണ്ണം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതോടെ പൂജയുടെ ഫലവും കുറഞ്ഞോളും. എനിക്ക് വേണ്ടതും അത് തന്നെ. എന്താ നോക്കിയിരിക്കുന്നേ? തുടങ്ങിക്കോ മോളെ. നിങ്ങളെന്താ ഇത്ര വൈകിയേ? വിരുന്നുകാരുണ്ടായിരുന്നു, അതാ ഇറങ്ങാൻ താമസിച്ച്. ആരാ? നമ്മുടെ കുമാറും അമ്മയും. ഓ, പൂജയ്ക്ക് അവരെയും ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. ജാനകി ചേച്ചിയും കുമാറും വരാമെന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. നിനക്കെന്തു പറ്റി? ഒന്നല്ല ജലജമായി. ആഹാ, ഇങ്ങോട്ട് വന്നപ്പോഴുള്ള ഉത്സാഹം ഇപ്പോഴില്ലല്ലോ. പറയടി, എന്താ കാര്യം? പറയടി, എന്താ പറ്റിയേ? അത് ശരി, അപ്പോ മാളുവിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ഉറപ്പിച്ചു അല്ലേ? അവർക്കൊക്കെ നല്ല താല്പര്യമാ. അല്ല, അവർക്ക് നല്ല താല്പര്യമുണ്ടെന്ന് പറഞ്ഞ പിന്നാർക്ക് താല്പര്യമില്ലാത്ത? അത് ജലജമായി, പുത്തമ്പുരയ്ക്ക് നിന്നുള്ളവരൊക്കെ എത്തിയോ? ഇല്ല, അവരൊക്കെ ഉടനെ എത്തും. ഓ,
അല്ല മണിക്കൂട്ടിന്റെ മേഘയൊക്കെ എവിടെ? മണിക്കുട്ടന് ക്ലബിന്റെ ക്രിക്കറ്റ് കളിയുണ്ട്. ഓ അമ്പടാ. മേഘയ്ക്കാണെങ്കിൽ ഒരുപാട് പഠിക്കാനും ഉണ്ട്. ആഹാ. അവിടെ നിന്ന് പഠിക്കട്ടെ. രവിയേട്ടനാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ വീട്ടിലെ? ഉം. അതുകൊണ്ട് ഞാൻ അവളെ നിർബന്ധിച്ചില്ല. എന്റെ ഏടത്തി, ഇവിടുത്തെ പൂജയേക്കാൾ വലുതാണോ അവന്റെ ക്രിക്കറ്റ്? ഭരതമ്മ, ഈ ദാമ്പത്യ ഐശ്വര്യ പൂജ ശ്രീയേട്ടനും അമൃതേടത്തിക്കും വേണ്ടിയുള്ളതല്ലേ, അതെ. അല്ലാതെ മണിക്കൂട്ടന് വേണ്ടിയുള്ളതല്ലല്ലോ. എന്റെ മാളൂട്ടി നിന്റെ ഈ തറതല പറച്ചിലുണ്ടല്ലോ, അതത്ര നല്ലതല്ല കേട്ടോ. ആ, അതാണ് ഈ മാളൂട്ടിയുടെ ഓ സ്റ്റൈൽ. ആയിക്കോട്ടെ. ആ ശ്രീയേട്ട, ഇപ്പോഴാണോ രണ്ടുപേരും വരുന്നേ? ആ അമൃതേടത്തി എവിടെ? അതെ, അമൃതേച്ചി അവിടെ വലിയ ജോലി തിരക്കില്ല. നീ അവിടെ പോയിട്ട് ഇപ്പൊ ശല്യപ്പെടുത്താൻ നിൽക്കരുതേ. ഒന്ന് എന്റെ പെണ്ണെ മാറി നിൽക്കടി, നല്ലൊരു തേങ്ങ കേട്ടുമ്പളാ. സുധവാ. എന്റെ ഭഗവാനെ ഈശ്വര, എന്ത് ജോലി? അതെങ്ങനെയാണല്ലോ. മാളൂട്ടി നീങ്ങ വന്നേ. എന്റെ ഭഗവാനെ, ഇതേപോലെ ഡെയിലി ഒരു തേങ്ങ തരാണെങ്കിൽ പിന്നെ തേങ്ങയുടെ ഒരാളെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. ഏട്ടാ, സാവിത്രി. ഏട്ടാ, ഏട്ടത്തി എവിടെ? അമൃത ശർക്കര പൊങ്കൽ ഉണ്ടാക്കുക. അമൃതേടത്തിയോ? ആ, അമൃതയ്ക്ക് അതൊന്നും ഉണ്ടാക്കാൻ അറിയില്ലെന്നേ. ഞാൻ കൂടെ നിന്ന് സഹായിക്കാന്ന് പറഞ്ഞതാ. ആ, എന്നിട്ട്? പ്രസാദം വരുമ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കണം എന്നാ സാവിത്രി അമ്മായി പറയുന്നത്. അത് അമ്മായി വേറൊന്നും കൊണ്ട് പറയുന്നതാവില്ല ശ്രീയേട്ടാ. ദാമ്പത്യ ഐശ്വര്യ പൂജ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയല്ലേ. അപ്പൊ ശർക്കര പൊങ്കൽ ഉണ്ടാക്കേണ്ടത് അമൃതേടത്തിയല്ലേ? എന്റെ പൊന്നു മാളു, സത്യം പറഞ്ഞാ എനിക്ക് നല്ല ടെൻഷനുണ്ട്. എന്തിന്? എടി, ശർക്കര പൊങ്കൽ എന്തായി തീരുവെന്ന് എനിക്കറിയില്ല. ഏട്ടൻ പേടിക്കണ്ട, ഇത് അത്ര വലിയ ആന കാര്യമൊന്നും അല്ല. ഏട്ടത്തിക്ക് ശീലം ഇല്ലാത്തോണ്ടല്ലേ. അതൊക്കെ നമുക്ക് ശരിയാക്കാന്നേ. എന്നാ ഞാനൊന്നങ്ങോട്ട് ചെല്ലട്ടെ. ഉം. ഉം. ഏട്ടത്തി, ഏട്ടത്തി, ഏട്ടത്തി ഇങ്ങോട്ട് മാറിക്കേ. ഏട്ടത്തി, എന്താ പറ്റിയേ? കണ്ണിലെ പൊടി പോയി. അയ്യോ, കണ്ണു തുറന്നേ നോക്കട്ടെ. ഇപ്പൊ പോയോ? ഇപ്പൊ പോയോ? പോയി. ഏട്ടത്തി എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഇപ്പൊ എന്താ വേണ്ടേ? പൂജയ്ക്കുള്ള ശർക്കര പൊങ്കൽ ഉണ്ടാക്കണം, അത്രയല്ലേ ഉള്ളൂ. ഏട്ടത്തി, ഞാൻ പറയുന്ന പോലെ ചെയ്താ മതി. ധൈര്യമായിട്ടിരിക്കെ, നമുക്ക് സെറ്റാക്കാം. എനിക്കിതൊന്നും അറിയില്ല. അറിയാത്തത് പറഞ്ഞു തരാനല്ലേ ഞാൻ ഇവിടെ ഉള്ളത്. പക്ഷെ ചെയ്യേണ്ടത് ഏട്ടത്തിയാ. ഈ കുടുംബത്തിലേക്ക് വന്നു കയറിയ മഹാലക്ഷ്മിയാ. ഈ വീടിന്റെ മരുമകളാ അമൃതേടത്തി. ദാമ്പത്യ പൂജയിലെ പ്രസാദം ഉണ്ടാക്കേണ്ടത് ഏട്ടത്തി എന്നല്ലേ. അതുകൊണ്ടല്ലേ ശ്രീയേട്ടനോട് സഹായിക്കണ്ടെന്ന് സാവിത്രിയമായി പറഞ്ഞത്. അല്ലാതെ ഏട്ടത്തിയോട് ദേഷ്യമുള്ളതുകൊണ്ടൊന്നും അല്ലാട്ടോ. വാ, ഇരിക്കെ.